പിന്നെ അടുത്ത് പറഞ്ഞ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു സംഭവമാണ്. ചില ആൾക്കാർ അതിനോട് എന്താണ് അനുകൂലിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അതിനോട് പ്രതികൂലിക്കുന്നുണ്ടാവും. രണ്ട് എന്താണ് കാര്യം നമ്മൾ സ്വീകരിക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ആഫ്കോൺ വേഴ്സസ് കോപ്പ അമേരിക്ക, അതായത് ഈ ഒരു രണ്ട് ടൂർണമെന്റുകളുടെയും നമ്മൾ സംഭവം എടുത്ത് നോക്കുമ്പോൾ, ഞാൻ പറയുകയാണെങ്കിൽ ആഫ്കോൺ വേഴ്സസ് കോപ്പ അമേരിക്ക എടുത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോപ്പ അമേരിക്കനായിട്ടും കൂടുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 വർഷത്തിൻ്റെ അടുക്ക് 4 കോപ്പ അമേരിക്ക നടന്നത്, അതായാലും വലുത് സംഭവം, അത് വിട്, അത് പോട്ടെ. എന്നാലും കോപ്പ അമേരിക്ക വേഴ്സസ് ആഫ്കോൺ മത്സരം എടുക്കുമ്പോൾ കോപ്പ അമേരിക്കനായിട്ട് കൂടുതൽ എന്റർടൈനിങ്ങും അതേപോലെ തന്നെ കൂടുതൽ കോമ്പറ്റീറ്റീവും എന്താണ് ആഫ്കോണാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു കാരണം പറയുമ്പോൾ കഴിഞ്ഞ 15 വർഷത്തിൽ ഈ കോപ്പ അമേരിക്കയിൽ വെറും 5 ഡിഫറെന്റ് വിന്നർമാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 5 ഡിഫറെന്റ് ടീംസ് മാത്രമാണ് കോപ്പ അമേരിക്കയിൽ ജയിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ആഫ്കോണിൽ എടുക്കുമ്പോൾ എന്താണ് അവിടെ 8 ഡിഫറെന്റ് ടീമുകൾ, അതായത് അവിടെ നമ്മൾ പ്രൂവ് ആവണമെന്ന് പറഞ്ഞാൽ ഏത് ടീമിനും ആഫ്രിക്കൻ എന്താണ് കപ്പിൽ പറഞ്ഞാൽ ഏത് ടീമിന് പോലും ജയിക്കാനുള്ള അവസരമുണ്ട്, ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ തന്നെ ഒരു മൊണോപ്പൊളി പോലെയാണ്, കുറച്ച് ടീമുകൾക്ക് മാത്രം. അതും നമ്മളിപ്പോൾ ഈ കൊളംബിയ അതേപോലെ തന്നെ ഉറുഗ്വേ അങ്ങനത്തെ 1-2 ടീമുകൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 1-2 ടീമുകളേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ അർജന്റീന, ബ്രസീൽ, പിന്നെ ചിലി അങ്ങനത്തെ ടീമുകളാണ് ഇപ്പോൾ 15 വർഷമായിട്ട് അത് ആ ഒരു ടൂർണമെന്റ് ഇതായിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ആഫ്കോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടീമിനും 8 ഡിഫറെന്റ് രാജ്യങ്ങളാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അത്രയും എന്താ പറയുക, ഓരോ ടീമിനും ചാൻസ് അവിടെ കൂടുതലുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പൊ അതിനെ ആഡ് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഈ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ വലിയ വലിയ പ്ലേയേഴ്സിന് വേണ്ടി, മെസ്സി അതേപോലെ തന്നെ നെയ്മർ അങ്ങനത്തെ വലിയ വലിയ പ്ലേയേഴ്സിനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്. നേരെ മറിച്ച് നമ്മൾ ആ ഒരു എഫ്കോൺ നോക്കുകയാണെങ്കിൽ നേരെ മറിച്ച് അങ്ങനെയല്ല. എഫ്കോൺ നോക്കുമ്പോൾ എന്താണ് അവിടെ ഓരോ ടീമുകൾക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഓരോ ടീമുകൾക്കും അവിടെയുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഫ്കോണിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ല് ശരിക്കും പറഞ്ഞാൽ കോപ്പ അമേരിക്കയിൽ ഇല്ല. കോപ്പ അമേരിക്ക നമ്മൾ രാവിലെ എന്താണ് നേരത്തെ എണീച്ചിട്ട് ഇതാക്കിയിരുന്ന് കാണുമ്പോൾ വലിയ കാര്യം അതിലില്ല. പക്ഷെ നേരെ മറിച്ച് ആഫ്കോണിൽ അങ്ങനെയല്ല, അവിടെ അത്രയും കോമ്പറ്റീഷനും ഉണ്ട്, മറ്റു കാര്യങ്ങളും ഉണ്ട്.